പെൺമക്കളെ വഴി പടപ്പിക്കല്ല റബ്ബേ. ബസ് സ്റ്റാൻഡിൽ കാണുന്നവൻ കണ്ണു നിളക്കുമ്പോ ഉപ്പാനെ മറന്ന് ഉമ്മാനെ മറന്ന് പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഉപ്പയുടെ ത്യാഗമറിയുന്ന മക്കളാക്കണേ റബ്ബേ. ഉപ്പ മീൻ കച്ചവടം ചെയ്ത്, ഉപ്പ കണ്ടന്തറയിൽ കൂലിപ്പണി ചെയ്ത്, ഉപ്പ പെരുമ്പാവൂർ അങ്ങാടിയിൽ പോയി ഫുട്പാത്തിൽ കച്ചവടം ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടാണ് എന്റെ ഉപ്പ എന്നെ വളർത്തിയത്. ഇനി ഉപ്പ എന്റെ ജീവിത സ്വപ്നം കാണുമ്പോ എന്റെ ഉപ്പയ്ക്ക് ഞാൻ ഇനി ഒരു കണ്ണുനീര് കൊടുത്തുകൂടാ, ഞാനൊരു കണ്ണുനീര് കൊടുത്തുകൂടാ. ഞാനൊരു 3 വർഷം മുമ്പ് പെൺകുട്ടികൾ ഇങ്ങനെ ഒളിച്ചോടുന്ന കാര്യം പ്രസംഗിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആവേശമാണ്, കണ്ണ് നിറയാറില്ല. പക്ഷേ ഈ ഒരു 3 വർഷം പെൺകുട്ടികളെ കുറിച്ച് എന്ത് വാത് പറഞ്ഞാലും എന്റെ കണ്ണ് നിറയും. കാരണം 3 വർഷമേ ആയിട്ടുള്ള എന്റെ ജീവിതത്തിലേക്ക് എന്റെ പൊന്നുമോള് വന്നിട്ട് ആ 3 വയസ്സുകാരി എത്ര മടിയിലെടുത്ത് എത്ര സന്തോഷത്തോടെ എത്ര പ്രതീക്ഷയിലാണ് ഞാൻ വളർത്തുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ നമ്മുടെ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിക്കുന്ന മക്കളാക്കാതിരിക്കട്ടെ. കൊച്ചിയിൽ നിന്നൊരു സഹോദരി വന്നു, ഉസ്താദെ കിഡ്നി തകരാറിലാണ്. എങ്ങനെ ഞാൻ ചോദിച്ചു, ഷുഗർ ആണോ? അല്ല, എന്റെ മോള് വേറൊരുത്തന്റെ കൂടെ വിളിച്ചോടി, അന്ന് ടെൻഷൻ കൂടിയിട്ട് കിഡ്നി ഫെയിലറായി. കരഞ്ഞ് 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 തളർന്നു പോയ ഉമ്മ, എങ്ങനെയാണടി പൊന്നുമോളെ ഉപ്പാന്റെ മുഖം വാടിയിട്ടും നിന്റെ മനസ്സലിയാതെ പോയത്? പെരുമ്പാവൂര് പകലില്ലാതെ 3 ചക്രത്തിന്റെ മുകളിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഉപ്പയുടെ ശരീരം മെലിഞ്ഞത്, നിന്റെ കവിള് തുടുത്തപ്പോ ഉപ്പയുടെ ശരീരം മെലിഞ്ഞു. ചിന്തിക്കണം എന്റെ പെൺകുട്ടികൾ, +2 എഞ്ചിനീയറിംഗ് പഠിക്കുന്നവൾ, നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും കാമുകന് സ്ഥാനമുണ്ടെങ്കിൽ മോളെ, നിന്റെ കവിളിന്റെ പൊളിപ്പ് കണ്ടിട്ടാണ് നിന്റെ കാമുകം വന്നത്. പക്ഷേ നിന്റെ കവിളിന്റെ വലിപ്പം നിന്റെ വാപ്പയുടെ ശരീരം ഇങ്ങനെ എല്ലും തോലുമായപ്പോഴാണ് നിന്റെ കവിളിന് വലിപ്പം വന്നത്, നിന്റെ കണ്ണിന് കറുപ്പ് വന്നത്, നിന്റെ ശരീരത്തിന് പുട്ടി വന്നത്. നീ അനുഭവിക്കുന്ന തണൽ നിന്റെ ഉപ്പ അനുഭവിച്ച വെയിലാണ് മോളെ. നീ കോളേജിലോട്ട് ഇറങ്ങുമ്പോ ഉമ്മറപ്പടിയിലിരുന്നിട്ട് ഉപ്പ ചുമക്കുന്നത് നിന്നെ പഠിപ്പിക്കാനും കെട്ടിച്ചു വിടാനും പെരുമ്പാവൂരങ്ങാടിയിലെ കിൻഡൽ ചാക്ക് തോളിലേറ്റ് നടന്ന നിന്റെ അവശിഷ്ടമാണത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മുടെ പെൺമക്കള് കാരണത്താൽ എങ്ങനെയാണ് വിവാഹത്തലേന്ന് മോളൊരു മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ പിറ്റേ ദിവസം ആ പാവപ്പെട്ട ഉപ്പ എങ്ങനെയാണ് തലപൊക്കി നടക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ മോളെ? നിന്റെ കാമുകനെല്ലാം കഴിഞ്ഞ് ചവച്ചു തുപ്പി. കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടികളിൽ 10% കണക്കില്ല. എവന്റേലും കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, കേട്ടോളി. ഇങ്ങോട്ട് എവനേലും കൽവി കയറി കൂടിയിട്ടുണ്ടോളി, കേട്ടോളി. എന്റെ പെൺകുട്ടികളോട് കേരളത്തിൽ നിന്ന് അന്യ ചെറുപ്പക്കാരുടെ കൈ പിടിച്ചിറങ്ങിപ്പോയ 10% പെൺകുട്ടികളുടെ കണക്കില്ല. ആ കണക്ക് കേരളത്തിലില്ല. അത് കണക്കണമെങ്കിൽ അത് ബോംബെയിലെ ചുവന്ന തെരുവിൽ പോണം, അത് ബംഗാളിലെ വേശ്യക്കച്ചവടത്തിന് പോകണം. ഇറച്ചി കച്ചവടം കഴിഞ്ഞ് താമാട്ടിപ്പുറയിലെ വേശ്യാവൃത്തികൾക്കിടയിൽ കിടക്കുന്നുണ്ട് നിന്നെ പോലെ പെണ്ണുങ്ങൾ. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ കാമുകന് വേണ്ടത് നിന്റെ ശരീരമാണ്, നിന്റെ ഉപ്പക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. ഉപ്പാ മകളാ ബന്ധം ലോകത്ത് ഉപ്പയും മകളും തമ്മിലുള്ള ബന്ധം അത് ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധമല്ല. ഉപ്പ എന്ന ഒരു വികാരമുണ്ട്. ഉമ്മ എന്ന് നമ്മൾ കടമകളൊക്കെ പറഞ്ഞ ഉമ്മാക്കിള്ളിൽ കത്തിത്തീർന്ന മെഴുകുതിരി പോലെ സ്വയം കത്തിത്തീരുമ്പോഴും താൻ ജീവിച്ചിരുന്ന ചുറ്റുവട്ടത്തിന് വെളിച്ചം കൊടുത്തൊരു മെഴുകുതിരിയാണ് നമ്മുടെ ഉപ്പ. ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ ഉപ്പാനെ കുറിച്ച് ആരും പറയില്ല. സ്വയം കട്ടിത്തീരുന്ന വീടിന്റെ ഉമ്മറപ്പടിയിൽ ചുറ്റുമുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുത്ത് സ്വയം ജീവിക്കാൻ മറന്നുപോയി അവസാനം വെളിച്ചത്തിൽ എല്ലാവരും ജീവിക്കുമ്പോ ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയാണ് നമ്മുടെ ഉപ്പ. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മോൾ ഒളിച്ചോടി എന്നറിഞ്ഞാൽ ഉമ്മ വാവിട്ട് നിലവിളിക്കും, ഉപ്പ നിലവിളിക്കൂല. ഉപ്പ സിറ്റൗട്ടിൽ പോയി ഒരു കസേര ചാലിക്കടന്ന് ശൂന്യതയിലേക്ക് നോക്കും. ഉപ്പ മൗനമാണ്, ഉമ്മ വാചാലമാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന്റെ വാതിലിന് കൊളുത്തില്ലെങ്കിലും സന്തോഷമായിട്ട് നമ്മൾ കിടന്നുറങ്ങും. സുരക്ഷ, ഉപ്പ സുരക്ഷയാണ്. ഉപ്പയാണ് വീട്ടിലെ സെക്യൂരിറ്റി. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ ഫ്രണ്ടിലെ വാതിൽ അടയ്ക്കണ്ട, കിടന്നുറങ്ങാൻ ഉറക്കം വരും. ഉപ്പ വീട്ടിലില്ലേ, 6 കുട്ടി കൊളുത്തിട്ടാലും കിടന്നുറങ്ങിയാൽ സമാധാനം ഉണ്ടാവില്ല.
ബന്ധങ്ങൾ അറിയാത്തവനാര്? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഞാൻ 3 വർഷം മുമ്പ് ഒരു പ്രസംഗം എനിക്ക് കണ്ണീര് വരില്ല. പക്ഷെ ഇപ്പൊ എനിക്കിത് പ്രസംഗിക്കാൻ കഴിയില്ല. എന്റെ മോൾ അത്രയ്ക്ക് വലുതാണ് എന്റെ കൽബിൽ. ഓരോരുത്തർക്കും അത് വലുതാണ്. എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ, അല്ലാഹു നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതെന്തൊക്കെ അട്ടഹസിച്ചാലും ഞാനൊരു ദുർബലനായ പിതാവാണ്. ഇത് ഓർമ്മ വന്ന ചിലപ്പോ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനി നാളെ ചിലപ്പോൾ കോഴിക്കോട് പോകും. അങ്ങനത്തെ ഒരു സൈസ് ദുർബലനാണ് അക്കാര്യത്തിൽ. അത് പറയാൻ എനിക്ക് പറ്റില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.